ഇതാണ് SFI, ഇതാണ് സമരം. ഗവർണർക്ക് അത് മനസ്സിലായോ? ഇല്ലെന്ന് തോന്നുന്നു. തെരുവിലിറങ്ങി താരമാകാൻ നോക്കി. SFI അത് മൈൻഡ് ചെയ്തില്ല. മിഠായി തെരുവിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പനേരം അലുവ നുണഞ്ഞ് നടന്നു. സെൽഫി എടുത്ത് കളിച്ചു. SFI കാത്തിരുന്നു. അലുവയുടെ മധുരം അധികം നീണ്ടു നിന്നില്ല. പിന്നീട് ക്യാമ്പസിനുള്ളിൽ പ്രതിഷേധത്തിന്റെ കൈപ്പറിഞ്ഞ മണിക്കൂറുകൾ. രോഷം ഒരാളുടെ മാത്രം കുത്തകയല്ലല്ലോ, അതൊരു തിരയായി ഇരമ്പി വന്നു. കാലിക്കറ്റ് ക്യാമ്പസ് കരിങ്കടലായി. കറുത്ത ബലൂണുകൾ, കറുത്ത വസ്ത്രം, കറുത്ത ബാനർ, ആകാശത്തേക്കുയർത്തിയ മുഷ്ടികൾ, ദിക്കുകൾ കേൾക്കെ ഉയർന്ന മുദ്രാവാക്യം വിളികൾ. ഗസ്റ്റ് ഹൌസിൽ തടവിലായ പോലത്തെ അവസ്ഥ. തുടർച്ചയായ പ്രകോപനത്തിന് കിട്ടിയ പ്രതിഫലം. അത് ചോദിക്കാൻ ചെന്ന മാധ്യമങ്ങളോട് ആക്രോശം. ഗെറ്റ് ലോസ്റ്റ് എന്ന നിലവിട്ട മറുപടി. മുഖ്യമന്ത്രിയെ കൊലയാളിയെന്ന് വിളിക്കൽ, വിദ്യാർത്ഥികളെ ക്രിമിനലുകളെന്ന് വിളിക്കൽ, മാധ്യമങ്ങളെ പോയി തുലയെന്ന് അധിക്ഷേപിക്കൽ. എവിടേക്കാണ് ഈ ഗവർണർ പോകുന്നത്? തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പരിധിവിട്ട പ്രതികരണവും പ്രവൃത്തിയും. ഏത് ഗാലറിക്ക് വേണ്ടിയാണ് എല്ലാ നിയമങ്ങളും മറന്നുള്ള ഈ കളി? അവനവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കണം എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിന് നാടും നാട്ടുകാരും മാധ്യമങ്ങളും കൂടെ വേണം എന്നത് ഒരു രോഗാവസ്ഥയും. കല്യാണം കൂടിയും സെമിനാറിൽ പങ്കെടുത്തും ഗസ്റ്റ് ഹൌസിൽ BJP നേതാക്കളുമായി വെടിപറഞ്ഞിരുന്നും നേരം പോക്കുന്നതാണ് കേരളത്തോടുള്ള സ്നേഹമെന്ന് വിളിച്ചു പറയാൻ എങ്ങനെയാണ് ഒരാൾക്ക് കഴിയുക? കേരളത്തെ സ്നേഹിക്കുകയല്ല ഗവർണറുടെ ചുമതല, കേരളത്തെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നതാണ്. 8-ൽ 7 ബില്ലുകൾ ഒറ്റയടിക്ക് രാഷ്ട്രപതിക്ക് അയച്ച് കേരള നിയമസഭയുടെ കഴുത്തു ഞെരിച്ച കൈകൾ കൊണ്ട് രക്ഷകൻ ചമയരുത്. ഗവർണർ എന്ന കളി സർക്കാരിനോടും ചാൻസലർ എന്ന കളി വിദ്യാർത്ഥികളോടും നടത്തി എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? എവിടെയാണ് ഇതിനൊരു അറുതി? SFIയെ വെല്ലുവിളിച്ച ഗവർണർക്ക് വെല്ലുവിളി ഏറ്റെടുത്ത SFI മറുപടി നൽകിയില്ലേ? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. ഗവർണറെ വിറപ്പിച്ചോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും K. അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് രാജു P. നായർ, BJP-യിൽ നിന്ന് നാരായണ നമ്പൂതിരി എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ K. അനിൽകുമാർ, ഇനി തെരുവിലിറങ്ങിയുള്ള വിളയാട്ടം ഗവർണർ നടത്തുമോ? ഇന്ന് തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടാകാം, പക്ഷേ ക്യാമ്പസിൽ എന്താണ് നടന്നത് എന്നത് ആരുടെ നിലപാടിന് കിട്ടുന്ന അംഗീകാരമാണ്? ഒരു ആനയ്ക്ക് മതപ്പാട് വന്നുവെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നായ്ക്ക് പേവിഷബാധയുണ്ട് എന്ന് പറഞ്ഞാൽ, ആളുകൾ അല്പം അകന്നു നിൽക്കുന്നതും കരുതലെടുക്കുന്നതുമൊക്കെ ആ ജീവികളോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്ന് ആ ജീവികൾ ധരിച്ച് വശമായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ചിന്താഗതി എന്ന് മാത്രമാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടത്. നമ്മുടെ ഗവർണർ, അല്ലെങ്കിൽ എല്ലാ ഗവർണർമാരും പൊതുവിൽ ബഹുമാന്യരായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ ബഹുമാന്യനായ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക നിലപാട് എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുള്ള ആളല്ല. രാഷ്ട്രീയമായി അദ്ദേഹത്തിന് സ്ഥിരമായൊരു നിലപാടില്ല. അവസരവാദത്തിൻ്റെ ഭാഗമായി കൂടുതൽ മേച്ചിപ്പുറങ്ങൾ തേടുമ്പോൾ കൂടുതൽ അടിമത്വത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായ യജമാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, അതിൻ്റെ തിരിച്ചറിവില്ലായ്മയാണ് അദ്ദേഹത്തിനുള്ളത്. നമ്മൾ ഇത്രയും പ്രായമായ ഒരാൾക്ക് തിരിച്ചറിവില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു തെറ്റായ ഒരു ചിന്ത വരും. ഗവർണർക്കുള്ള തിരിച്ചറിവില്ലായ്മ, യജമാനൻ എന്തു ചെയ്താലാണ് സ്നേഹിക്കുക, യജമാനൻ എന്തു ചെയ്താലാണ് തൃപ്തിപ്പെടുക, നാഗ്പൂരിലെ യജമാനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഇതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത്, ഇത്തരത്തിലാണ് യഥാർത്ഥത്തിൽ ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ SFI ആദരിക്കപ്പെടുകയാണ്. ഗവർണർ പറഞ്ഞു, SFI മാത്രമേ എന്നോട് സമരത്തിനുള്ളൂ, ഇടതുപക്ഷം മാത്രമേ സമരത്തിനുള്ളൂ. അതിനർത്ഥം എന്താണ്? സർവകലാശാലകളിൽ RSSകാരെ കുത്തിനിറയ്ക്കുന്ന നടപടിക്കെതിരായി കേരളത്തിലെ UDF മിണ്ടുന്നില്ല, യൂത്ത് ലീഗ് മിണ്ടുന്നില്ല, MSF മിണ്ടുന്നില്ല, KSUവും യൂത്ത് കോൺഗ്രസും മിണ്ടുന്നില്ല. അതിന് കാരണം എന്താണ്? കേരളത്തിലെ സർവകലാശാലകളെ കാവുവൽക്കരിക്കുക എന്ന് പറയുന്ന ഗവർണറുടെ അജണ്ട UDFൻ്റെയും BJPയുടെയും സംയുക്ത അജണ്ടയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കണ്ണൂർ MP കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ചപ്പോഴും പ്രതികരിക്കാത്തത്. ഞാൻ അവിടുത്തെ MP ആണ്, എൻ്റെ നാടങ്ങനെയല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് തോന്നിയില്ലല്ലോ. ഇവിടെ എല്ലാം കാണുന്നത്
ഗവർണർ കേരളത്തിലെ UDFന്റെയും BJPയുടെയും രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു അന്തർധാരയെ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ്. ആ രാഷ്ട്രീയ മുഖത്തിനെതിരായി രാഷ്ട്രീയ പോരാട്ടം നടത്താൻ അവസരം ലഭിച്ചത് വഴി ചരിത്രത്തിലേക്ക് നടന്നു കയറി SFI. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളെ ഒരു ഗവർണർ വെല്ലുവിളിക്കുക എന്നൊക്കെ പറയുന്നത് അല്പത്തരമാണ്. കാണിച്ചു തരാം. ഗവർണർ ഇറങ്ങിയിട്ട് എന്ത് കാണിക്കാനാ? അദ്ദേഹം ഇന്നലെ ശ്രമിച്ചത് കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്താനാണ്. സ്വാഭാവികമായും അതിൻ്റെ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ മിഠായി തെരുവ് പോയപ്പോഴത്തേക്കും അത് സന്തോഷകരമായ അനുഭവമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയത്. ഇനി നാളെ ഗവർണർക്ക് കൊടുക്കാൻ പറ്റുമോ കേരളത്തിൽ കുഴപ്പമാണെന്ന്? പക്ഷേ ശ്രീ അനിൽകുമാർ, ഇവിടെയാണ് സ്വീകാര്യതയുടെ മറ്റൊരു തലമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ മിഠായി തെരുവിൽ കിട്ടിയ പ്രീതി, പിന്തുണ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് കിട്ടുന്ന സ്വീകാര്യതയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിലെ ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ തടസ്സമായി അദ്ദേഹത്തിനും ജനങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിനുള്ള പ്രോട്ടോകോൾ, അദ്ദേഹത്തിനുള്ള പോലീസ് പരിരക്ഷ. ഇത് രണ്ടും അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. എന്നിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി, ജനങ്ങൾ അദ്ദേഹത്തെ മധുരം നൽകി സ്വീകരിച്ചു. ഇതാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ആഖ്യാനം. ഇത് മുട്ടായി തെരുവ് എന്ന് പറയുന്നത് എന്താണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലായിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ മുട്ടായി തെരുവ് എന്താണെന്ന് ഇതുവരെ മനസ്സിലാകാത്തതുകൊണ്ടാണ്. ആ മുട്ടായി തെരുവിൽ വിൽക്കുന്ന അലുവയുടെയോ അല്ലെങ്കിൽ മറ്റു മാധുര്യമുള്ള സാധനങ്ങളുടെയോ മാധുര്യം മാത്രമല്ല, അത് കോഴിക്കോടിൻ്റെ മാധുര്യമാണ്. അത് കോഴിക്കോടൻ സംസ്കാരത്തിൻ്റെ മാധുര്യമാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് അഭിമാന പുരസരം ദേശീയ മുസ്ലിം എന്നറിയപ്പെടുന്ന ഉജ്ജ്വലമായ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ധാരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആ കോഴിക്കോടെന്ന് പറയുന്നത്. ആ കോഴിക്കോടിൻ്റെ പാരമ്പര്യത്തെ തകർക്കാനാണ് ഈ സംഘീയവൽക്കരണവുമായിട്ട് RS തിരിച്ചിരിക്കുന്നത്. അദ്ദേഹം അവിടെ പല നിറത്തിലുള്ള അലുവ കണ്ടല്ലോ, പല നിറത്തിലുള്ള അലുവയെ മുട്ടായി തെരുവ് കണ്ടല്ലോ. ഈ പല നിറമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ശ്രീ അനിൽകുമാർ, ആരിഫ് മുഹമ്മദ് ഖാന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അദ്ദേഹം എല്ലായിടത്തും വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം ക്യാമ്പസിൽ കാലുകുത്തിയിരിക്കുന്നു, അദ്ദേഹം സെമിനാറിൽ പങ്കെടുത്തിരിക്കുന്നു, അദ്ദേഹം ബാനർ അഴിപ്പിച്ചിരിക്കുന്നു, അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ വാഹനത്തെ ഒരു SFIക്കാരനും ധൈര്യത്തോടെ വന്ന് ആക്രമിക്കില്ല എന്ന പ്രതിരോധം തീർത്തിരിക്കുന്നു. അദ്ദേഹം നാട്ടുകാരിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവിടെയും അദ്ദേഹത്തിന് ഒരു പരിരക്ഷയും വേണ്ട എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം മടങ്ങിപ്പോയിരിക്കുന്നു. ആരുടെ ദൗത്യമാണ് കോഴിക്കോട് വിജയകരമായി അവസാനിച്ചത്? അവിടെയാണ് തെറ്റിയത്. ഒരു ചാൻസലർ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗവർണറായി പ്രവർത്തിക്കുന്ന വ്യക്തി ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മിനിമം സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന കാര്യം ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും നിയമപരമായ അതിൻ്റെ പരിമിതികൾ അല്ലെ അതിൻ്റെ ബാധ്യതകൾ സർക്കാർ നിർവഹിക്കുന്നുണ്ട്. അത് നിർവഹിക്കുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്, കേരളത്തെക്കുറിച്ചും കേരള സർക്കാരിനെക്കുറിച്ചും നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ആട്ടം ആടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ UPയിലെ അവസ്ഥ എന്താണ്? പോലീസ് കാവലിലാണ് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത്. പോലീസ് കാവലിലെ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത് UPയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. കേരളത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. കേരള സർക്കാരിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസമാണ് ഈ കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചില കുട്ടികളൊക്കെ എടുത്ത് ഉയർത്തുന്ന കണ്ടല്ലോ. എവിടുന്ന് വന്നു ആ കുട്ടികൾ അപ്പോൾ അവിടെ? നിങ്ങൾ പറഞ്ഞല്ലോ RSSകാരുമായിട്ട് രഹസ്യമായൊരു കൂടിക്കാഴ്ച നടത്തിയിട്ട് ഒരു യോഗം നടത്തിയല്ലോ, ചില പ്ലാനിങ് നടത്തിയല്ലോ. ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് RSSും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവർണറും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പരിപാടി. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മിഠായി തെരുവിലേക്കുള്ള യാത്ര. അതൊക്കെ വളരെ യാദൃശ്ചികമാണ്, ഒരു സംരക്ഷണം ആർക്കും ഇല്ലാതെയാണ് എന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ അകമ്പടിയായി പോയ വണ്ടികളുടെ എണ്ണം നമ്മുടെ വിഷ്വൽസ് കാണാമല്ലോ. എത്ര വണ്ടിയാ പോയത്? ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ രാജു പി നായർ, ഇവിടെ SFIക്കാരുമായി ഏറ്റുമുട്ടുന്നു ഗവർണർ. ഇദ്ദേഹത്തിന് ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെയാണ് മന്ത്രിമാരായാലും മറ്റുള്ളവരായാലും ഒക്കെ ഗവർണറെ വിമർശിക്കുന്നത്. പക്ഷേ ഗവർണർ കൗശലക്കാരനാണ്. ഇവരെ മുന്നിൽ നിൽക്കുക മാത്രമാണ്, ഇവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് തുല്യനിലയിലുള്ളൊരു പോരാട്ടമായി ഗവർണർ അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരാൾക്ക് എന്ത് ഭ്രമകൽപ്പനയുമാകാം. പക്ഷെ പൊതുവിൽ ഈ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് നിങ്ങൾ കാണുന്നത്? അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെ കാണുമ്പോൾ അത് മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തി അവരെ പറഞ്ഞു വിട്ടതായി തോന്നുകയാണ്. അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ പറയുന്ന രൂപത്തിൽ തെറ്റായ ഒരു ചിത്രമുണ്ടാക്കാൻ, അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വരുന്ന ഒരു കൂട്ടരായി പറഞ്ഞു അവരെ കടക്ക് പുറത്ത് എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഒരാഖ്യാനം?
അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ വളരെ പ്രീതിയോടുകൂടി അദ്ദേഹം ഇടപെടും. അല്ലാത്ത എല്ലാം ഒരു ഗൂഢാലോചന കുറ്റം ആരോപിച്ച് മാറ്റി നിർത്തും. ഈ സമീപനത്തിൽ അമ്പ് കൊള്ളാതെ നിൽക്കുന്ന ഒരു കൂട്ടർ നിങ്ങൾ മാത്രമാണ്. ആ ആനുകൂല്യം നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു? വേണു, ഈ 2019 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വരുന്നത്. 2021 വരെ ശ്രീ പിണറായി വിജയനായും ഈ ഗവൺമെന്റൊക്കെ ആയിട്ട് വളരെ അധികം സൗഹാർദ്ദത്തിലും ചങ്ങാത്തത്തിലുമായിരുന്നു. അവരങ്ങോട്ട് പരസ്പരം മധുരം കൈമാറുകയും സ്നേഹം കൈമാറുകയും ചെയ്തവരാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ പിണറായി വിജയനിൽ നിന്ന് ഈ രോഗം അദ്ദേഹത്തിലേക്ക് പടർന്നിട്ടുണ്ടാവാം. ഗവർണർക്ക് അത്തരത്തിലുള്ള തോന്നലൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പദവിയുടെ മാന്യതയെല്ലാം കളഞ്ഞു കുളിച്ച 2 ദിവസമായിരുന്നു കടന്നുപോയത്. പക്ഷേ വേണു എന്നോട് ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞതെല്ലാം ആ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള പേര് വെട്ടിയിട്ട് പിണറായി വിജയൻ എന്നാക്കി നോക്കിക്കേ. വളരെ ആപ്റ്റല്ലേ ആ ചോദിച്ച ചോദ്യങ്ങളെല്ലാം. പക്ഷേ ശ്രീ രാജീവ് നായർ, പിണറായിയെ വിമർശിക്കേണ്ട വിഷയത്തിൽ വിമർശിക്കുക തന്നെ വേണം, അതിൽ തർക്കമില്ല. വിഷയം ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കുന്നതുകൊണ്ട് താങ്കൾ വെട്ടേണ്ട പേര് പിണറായി എന്നതാണ്, എഴുതി ചേർക്കേണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. അതിനാണ് മറുപടി വേണ്ടത്. അതായിരുന്നു ചോദ്യം. അല്ല, ഞാൻ ആ മറുപടിയിലേക്കാണ് എത്തുന്നത്. വേണു എന്നെ പറയാൻ അനുവദിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2 പേരും ജനാധിപത്യ വിരുദ്ധതയുടെ മുഖമായിട്ട് കേരളത്തിൽ നിൽക്കുകയാണ്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ സെനറ്റിലേക്ക് 4 വിദ്യാർത്ഥി പ്രതിനിധികളെ അയച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചർച്ചകളിലെല്ലാം പറഞ്ഞ പോലെ ഈ കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ രവീന്ദ്രന്റെ വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന സുപ്രീം കോടതിയുടെ വിധിയിൽ, ആ വിധിയിൽ CPM-ഉം പിണറായി വിജയനും സ്വീകരിക്കുന്ന തങ്ങളുടെ ആൾക്കാരെ വാർസിറ്റികളിലെല്ലാം തള്ളിക്കയറ്റുക എന്നുള്ള നയത്തിന് തിരിച്ചടി ലഭിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് സമ്പൂർണ്ണ അധികാരം നൽകുന്ന ഒരു വിധിയും ഉണ്ടായി. ആ വിധി കിട്ടിയപ്പോൾ ചാൻസലർ ചെയ്യേണ്ടത് എന്തായിരുന്നു? താൻ നയിച്ച പോരാട്ടം അല്ലെങ്കിൽ താൻ എടുത്ത നിലപാട്, ആ നിലപാടുകളെ സംബന്ധിച്ചൊക്കെ പിന്നീട് പറയാം. പക്ഷെ എന്തായാലും അവിടെ കുറച്ചു നാളുകളായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ CPM നടത്തുന്ന അനധികൃതമായ ഇടപെടലുകളാണ്. അതിനെ സംബന്ധിച്ചൊരു വിധി പൂർണ്ണ അധികാരം ലഭിച്ചപ്പോൾ നിഷ്പക്ഷതയോടും നീതിയുക്തമായിട്ടും ആ ചുമതല നിർവഹിക്കണമായിരുന്നു. ആ ചുമതല നിർവഹിക്കാതെ അതിനകത്തേക്ക് സംഘപരിവാറിന്റെ ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. ആ ശ്രമം കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞ് ആ ഉത്തരവ്, സെനറ്റിലെ നിയമനം ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു വച്ചിരിക്കുന്നു. അങ്ങനെ നിയമപരമായിട്ട് ആ സ്റ്റേ ചെയ്തിരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ ഭരണത്തിന്റെ തലവനായിട്ടുള്ള ഗവർണറോട് അല്ലെങ്കിൽ ചാൻസലറോട് ഇപ്പോ ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തുന്നത് രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. ആ രാഷ്ട്രീയം ഈ നവകേരള സദസ്സ് എല്ലാവരും കോടതിയിലേക്ക് അങ്ങ് പോവുക, എന്നിട്ട് കോടതിയിൽ നിന്ന് നീതി വാങ്ങുക, അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ആ പോർമുഖത്ത് നിന്നുകൊണ്ട് നിങ്ങൾ നയിക്കുകയല്ലേ. അതല്ലാതെ ഇതൊരു വ്യവഹാരത്തിന്റെ പ്രശ്നമല്ലല്ലോ. അതിൽ തുടങ്ങുകയോ അതിൽ തീരുകയോ ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. അതൊരു പോംവഴി എന്ന് മാത്രമല്ല, അങ്ങ് മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എന്താണ്? ഈ സെനറ്റിൽ യഥാർത്ഥത്തിൽ അംഗീകാരത്തോടെ ഇരിക്കേണ്ടവരാണ്, അല്ലേ? ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കൃത്യമായി ശുപാർശ ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കോടതിയിൽ തെളിഞ്ഞത്. അത് കോടതിയിൽ പോയാലും ഇല്ലെങ്കിലും ഒരു യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാകാതെ ഇരിക്കണമെന്ന് ശ്രമിക്കുന്ന വ്യക്തിയുടെ പേരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് കോടതി ഒരു സത്യം കണ്ടപ്പോൾ കോടതി കണ്ട സത്യമാണ് സത്യമെന്നല്ല പറയേണ്ടത്. അതിന് മുൻപൊരു സത്യമുണ്ട്. ആ സത്യത്തെ അർദ്ധസത്യമാക്കാൻ, പിന്നെ അസത്യമാക്കാൻ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഖ്യാപനങ്ങളും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കോടതി തീർപ്പാക്കി എന്ന് പറയാതെ ജനകീയ കോടതിയിലേക്ക് ഇറങ്ങി വന്ന് ഈ വ്യക്തിയെ വിചാരണ ചെയ്യണ്ടേ? നിങ്ങൾ അങ്ങനെയല്ലേ ഇപ്പോൾ ഈ നവകേരള സദസ്സിനെതിരെ ജനകീയ വിചാരണ നടത്തിയത്? വേണു, ശരി വേണു, ഞാൻ അങ്ങ് ഇടപെടുമ്പോഴെല്ലാം ഞാൻ നിർത്തുന്നത് ആ ഒരു ചർച്ചയിൽ നമ്മൾ കുറെ കൂടി മാന്യമായിട്ട് പങ്കെടുക്കണം എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ നിരന്തരമായിട്ട് ഇടപെടുന്നത് ശരിയല്ല. ഞാൻ അങ്ങ് പറഞ്ഞ കാര്യത്തിലേക്കാണ് വരുന്നത്. പക്ഷെ ചർച്ച കേട്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാവണമല്ലോ. അപ്പോഴല്ലേ ഇതിന്റെ രാഷ്ട്രീയം അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ സൂചിപ്പിച്ചു വെച്ചത് ആ നിയമനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. പിന്നെ അങ്ങ് ചോദിച്ച എല്ലാത്തിനും കോടതിയിൽ പോയാൽ പരിഹാരം ഉണ്ടാവുമോ എന്നുള്ളത് ആദ്യം പഠിപ്പിക്കേണ്ടത് അനിൽകുമാറിനെ പിണറായി വിജയനെയാണ്. കാരണം ഇവിടെ ഏത് അഴിമതിയെ സംബന്ധിച്ച് പറഞ്ഞാലും നിങ്ങൾ കോടതിയിലേക്ക് പോകാൻ പറയുന്ന ജനാധിപത്യ വിരുദ്ധ സർക്കാരിന്റെ നേതാവാണ് പിണറായി വിജയൻ.
ആ അസുഖം അരീഫ് ഖാൻ ബോധങ്ങളിലേക്ക് പടരുന്നുണ്ടെന്നേ ഞാൻ സമ്മതിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ഇതിനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തത് ആരാ? കണ്ണൂർ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച പ്രശ്നമാണല്ലോ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് തുടങ്ങി വെച്ചത്. ശരിയല്ല, ഞാൻ ഇടപെടുകയാണെന്ന് അങ്ങേക്ക് തോന്നരുത്. നമുക്ക് ചോദിച്ചും പറഞ്ഞു പോകാമെന്ന നല്ല സ്പിരിറ്റിൽ എടുക്കണം. ഒറ്റക്കാര്യം രാജു, ബ്ലഡി കണ്ണൂർ അല്ല, ഒറ്റക്കാര്യം രാജു അല്ല, അങ്ങേക്ക് നീരസം തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഒറ്റക്കാര്യം ബ്ലഡി കണ്ണൂർ എന്ന് പറയുമ്പോൾ കെ സുധാകരൻ അത് കേൾക്കാതെ പോയത് എന്തുകൊണ്ട്? അല്ലല്ല, ബ്ലഡി കണ്ണൂർ എന്ന് പറയുമ്പോൾ കെ സുധാകരൻ കേൾക്കാതെ പോയത് എന്തുകൊണ്ട്? അതിന് മാത്രം മറുപടി എന്നിട്ട് അങ്ങ് പറഞ്ഞോളൂ. ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് പ്രതികരിക്കുന്നില്ല. അതിനർത്ഥം എന്താ വേണു ഒന്ന് പറഞ്ഞേ? കണ്ണൂരിലെ രക്തകലുഷിതമായിട്ടുള്ള വിപ്ലവങ്ങളെ കുറിച്ച് അറിയാം, അതുകൊണ്ട് കണ്ണൂരിലെ രക്തകലുഷി ഈ വിവരം കെട്ടവര് ബ്ലഡ് ചെയ്ത് കേട്ടാൽ തങ്ങളെയാണ് വിളിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുന്നവരോട് ഞങ്ങൾ എന്ത് പറയാൻ പറ്റും? ഇംഗ്ലീഷ് പഠിക്കണം, പോയിട്ട് വേണമെങ്കിലും പോയി പഠിക്കൂ. അത് വിടൂ, ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് വരട്ടെ. ശ്രീ രാജു പി നായർ, ശ്രീ അനിൽ അതിന് മാത്രം മറുപടി പറഞ്ഞിട്ട് തിരിച്ച് രാജുവിലേക്ക് പോകും. ശരിയല്ല, അല്ല, ഒറ്റ സെക്കൻഡ് രാജു. ബ്ലഡി കണ്ണൂർ എന്ന് പറയുന്നതിൽ ഇംഗ്ലീഷ് അറിയാവുന്നതോട് കെ സുധാകരൻ മിണ്ടിയിട്ടില്ല എന്നാണ് ശ്രീ രാജു പി നായർ പറയുന്നത്. അതിനുള്ള മാത്രം മറുപടി അനിൽ, മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പൊ പോകരുത്. ഒരു സെക്കൻഡ് രാജു, നിശ്ചയമായും സമയം തരും. നിശ്ചയമായും രാജു, അങ്ങേക്ക് അറിയാമല്ലോ, സമയം കിട്ടും. ഈ ബ്ലഡി എന്ന വാക്കിന് കോൺഗ്രസിന്റെ വ്യാകരണം എന്താണെന്ന് മനസ്സിലായില്ല. ഞാനിപ്പോൾ വ്യാകരണം കൊണ്ട് വലിയ കുഴപ്പമില്ലെങ്കിൽ ബ്ലഡി എന്നൊരു വാക്കിൻ്റെ കൂടെ ഇവരുടെ ഏതെങ്കിലും നേതാവിൻ്റെ പേര് പറഞ്ഞാലോ? ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ അവിടുത്തെ MP-യുടെ പേരാ കൂടെ അങ്ങ് ചേർത്ത് വെച്ചേക്കാം. അപ്പോൾ വിഷമം വരുമോ? കണ്ണൂരിനെ കുറിച്ച് പറയണ്ട, ബ്ലഡി കണ്ണൂർ കഴിഞ്ഞിട്ട് MP എന്നും കൂടെ ചേർത്താൽ എന്ത് പറ്റും? വ്യാകരണം കുഴപ്പമില്ലല്ലോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. ഞങ്ങളുടെ കണ്ണൂരിലെ ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാ പറഞ്ഞത്. ബ്ലഡി കണ്ണൂർ എന്ന് വരെ കുഴപ്പമില്ല. പ്ലീസ് നിങ്ങൾ അസംബന്ധം പറയാതെ ഞാൻ പറയട്ടെ. പക്ഷേ ശ്രീ രാജു പി നായർ അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രീ അനിൽകുമാർ, ശ്രീ രാജു പി നായർ 2000 പേര് മരിച്ചു ഗുജറാത്തിൽ. 2000 പേര് മരിച്ചു. എല്ലാവരും കുളിമുറിയിൽ കാല് തന്നെ വീണ് മരിച്ചവരല്ല. അങ്ങയുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേതാവ്, ആദരണീയനായ ഒരു MP ആയിരുന്ന വ്യക്തി, അന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ടയാളെ. വിളി കേട്ടോ? ഇടപെടലുണ്ടായോ? ആ ജീവൻ പൊലിഞ്ഞു പോയില്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ സുപ്രീം കോടതി കയറി ഇറങ്ങിയില്ലേ? ആ കണ്ണീരിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ബ്ലഡി കണ്ണൂരല്ലേ, പറഞ്ഞിട്ട് പോട്ടെ, അതിന്റെ ഇംഗ്ലീഷിന്റെ വ്യാകരണവും അർത്ഥവും നോക്കിയിരിക്കാം. അത്തരമൊരു നിസ്സംഗത എന്ന് പറയുന്നത് കുറ്റകരമാണ്. ശ്രീ രാജുവിന് തുടരാൻ ഞാൻ ഇടപെടില്ല. വേണു ഇനി ഇടപെടരുത്. ഞാൻ ഗവർണറുടെ വക്കീലല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയോളം അദ്ദേഹം പറഞ്ഞത് ഐ നോ ദ ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നാണ്. ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാൻ നോക്കാൻ പറ. സ്കൂളിന്റെ വരാന്തയിൽ കയറി നിൽക്കണം, എന്നാൽ ഇത് മനസ്സിലാവുള്ളൂ. ബ്ലഡി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഐ നോ ദ ബ്ലഡി ഹിസ്റ്ററി ഓഫ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കലാപമുണ്ടാക്കി കൈകൊണ്ട് രക്തം കണ്ടിട്ടുള്ള, രക്തത്തിന്റെ ആർത്തി കണ്ട് മരവിച്ച മനസ്സുമായിട്ട് നിൽക്കുന്ന പിണറായി വിജയന്റെ ഹിസ്റ്ററി, ബ്ലഡി ഹിസ്റ്ററി എനിക്കറിയാവുന്നതാണ്. അതാണ് അതിന്റെ അർത്ഥം. ഞാൻ ബ്ലഡി അനിൽകുമാർ എന്ന് വിളിച്ചാൽ അർത്ഥം വേറെയാണ്. അങ്ങർക്ക് ആ അർത്ഥം മാത്രം അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് പഠിക്കണം, അതല്ലാതെ വെറുതെ പോയിട്ട് പറഞ്ഞിട്ട് ഞാൻ ഗവർണറുടെ ഒന്നുമല്ല. ഇനി ഗവർണർ എന്താ ചെയ്യുന്നത്? ഗവർണർക്ക് ഞാൻ ഈ പറയുന്നതിന്റെ മുഴുവൻ ഫ്ലോപ്പ് വേണു കളയുകയാണ്. എനിക്ക് പറയാനുള്ള, എന്റെ അഭിപ്രായം പറയാനുള്ള അവസരം തരുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ ചർച്ചയുടെ. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇതിനെല്ലാം സഹായം ചെയ്തു കൊടുത്ത ആളാരാ? പിണറായി വിജയനല്ലേ? എന്നു മുതലാ ഇവർക്ക് ഗവർണറോട് ഇത്ര വലിയ വിദ്വേഷം തോന്നി തുടങ്ങിയത്? 2020 ഈ നിയമസഭയുടെ സാങ്ക്ടിറ്റി, പവിത്രത കളഞ്ഞ പ്രമേയം പാസാക്കിയ പ്രമേയത്തെ ഈ കേരളത്തിൽ മുഴുവൻ ഈ അധമനായ ഗവർണർ ചെന്ന് ആക്ഷേപിച്ചില്ലേ? അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നില്ലേ? എന്താ പറഞ്ഞത്? കേരളത്തിന്റെ നിയമസഭയെ ആക്ഷേപിച്ച മുഹമ്മദ് ആരിഫ് ഖാനെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട പ്രമേയമായിരുന്നു. എന്തായിരുന്നു CPM നിലപാടെടുത്തത്? CPM അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തോ? അന്ന് പിണറായി വിജയൻ കാലയിൽ വീട് കിടക്കുക, എന്റെ ആളെ പിടിച്ച് കണ്ണൂർ വീസിയാക്കാൻ. ഏത് രവീന്ദ്രൻ?
സവർക്കറുടെ 4 പുസ്തകം, താൻ എഴുതിയ പുസ്തകം ഹിന്ദുത്വ, ദ എസൻസ് ഓഫ് ഹിന്ദു എന്നുൾപ്പെടെ പറയുന്ന സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മുളവെച്ചു കൊടുത്ത ആ പുസ്തകം, 4 പുസ്തകങ്ങൾ കണ്ണൂരിൽ പഠിപ്പിക്കാൻ പോയ രവീന്ദ്രൻ, അയാൾക്ക് വേണ്ടിയാണ് പിണറായി പോയി കാലം പിടിച്ചത് ഇല്ലേ? എന്നിട്ട് അത് സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞതല്ലേ? ഈ ഗവർണർ, ഈ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ച ഗവർണർ അല്ലേ കേരളത്തിന് നിയമസഭയിൽ? ഈ ഗവർണർ എന്താ പറഞ്ഞത്? ഇതെന്റെ ഗവൺമെന്റ് ആണ്, ഞാൻ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുകയല്ല, എനിക്ക് കടമയും കടപ്പാടുമുള്ള എന്റെ സർക്കാരാണെന്ന് പറഞ്ഞത് ഇതേ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലേ? എന്നിട്ട് പോയി നാടകം കാണിക്കുക, ഷോ കാണിക്കുക. വേണു, ഞാൻ ചോദിക്കട്ടെ, വേണു കുറെ സമരങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവല്ലോ. ഇന്നലെ 2 ദിവസം കോഴിക്കോട് സമരം നടന്നു. ഒരു സമരം നടക്കുമ്പോൾ അക്രമാസക്തമാവാൻ പോകുന്ന അല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ട സമയത്ത് ആദ്യം പോലീസ് ചെയ്യേണ്ട കാര്യം എന്താ? അവിടെ ആൾക്കാരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിക്കും. വേണു കണ്ടോ ആ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ജലപീരങ്കി കണ്ടായിരുന്നോ? ഇവിടുത്തെ കണ്ണൂർ ഞങ്ങളുടെ ചെറുപ്പക്കാരെ തല്ലിച്ചതച്ച് രക്ഷാപ്രവർത്തനം നടത്തിയപ്പോ അതിനെതിരെ നടത്തിയ പ്രതിഷേധത്തില് ഈ ഗ്രനേഡ് ഉൾപ്പെടെ നിങ്ങളുടെ പ്രതിഷേധത്തെ ആ രൂപത്തിൽ കൈകാര്യം ചെയ്തുകൂടാ. പക്ഷേ രാജുവിന്റെ വിനീതമായ ചോദ്യം, ഇന്നലെ ജലപീരങ്കി പ്രയോഗിക്കണമായിരുന്നോ? ജലപീരങ്കി ഉണ്ടായിരുന്നു. ഇന്ന് ജലപീരങ്കി പ്രയോഗിക്കണമായിരുന്നോ? മറ്റേ കിരീടത്തിലെ സിനിമയെ പോലെ എന്റെ മോനെ വാ, എന്റെ മോളെ കരയല്ലേ എന്ന് പറഞ്ഞ് SFIക്കാരെ വിളിച്ചുകൊണ്ട് വന്ന നാടകം കാണിച്ചതല്ലേ ഇവിടെ? ശ്രീ രാജീവ് പനാർ, ചോദ്യം ഇതാണ്, ഇന്ന് അവരെ മർദ്ദിച്ച് വശം കെടുത്തണമായിരുന്നോ? അല്ലല്ല, അവര് പോലീസ് മർദ്ദനം ഏൽക്കേണ്ട അത്രയും ജനവിരുദ്ധമായ, വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു അവകാശം നേടിയെടുക്കാൻ വേണ്ടി അവിടെ സംഘടിച്ചതാണോ? അല്ല, അവരെ പോലീസ് മർദ്ദിക്കണം എന്നുള്ള ഒരു ഇതൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ചുരുങ്ങിയ പക്ഷം ഒരു അക്രമാസക്തമായിട്ട് നിൽക്കുന്ന ഇത്രയും വലിയ ഒരു പ്രതിഷേധം നടക്കുമ്പോ അവരെ പിരിച്ചുവിടാൻ ഇന്ന് ഗവർണർക്ക് തിരിച്ചു പോകാൻ കഴിയുന്നത് വരെയുള്ള എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുകയുണ്ടായി. എന്നാൽ പ്രതിഷേധം അതിന്റെ അഗ്രകോടിയിലെത്തുകയും ചെയ്തു. ഇന്നിപ്പോ നാം ചർച്ച ചെയ്യുന്ന എന്താണ്? ഗവർണറുടെ വിജയമാണോ? SFI ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും അത് ശക്തമായ ഒരു താക്കീത് എന്ന നിലയിൽ ഈ കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തും വിധത്തിൽ ഗവർണറുടെ മുൻപാകെ ഒരു സംഘടിത ശക്തിയായി നിന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ഏതാണ് താങ്കളുടെ ബോധ്യം? ഏതാണ് ഗവർണർ വിജയിച്ച ഒരു ദിവസം എന്നാണോ താങ്കൾ ഇതിനെ അടയാളപ്പെടുത്തുന്നത്? വേണു അവിടെ നടന്ന സമര നാടകമാണ്. അവിടെ ഗവർണർ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഗൂഢാലോചന ഭാഗമായിട്ടുള്ള സമര നാടകമായിരിക്കും. നിങ്ങൾ ഈ ഗസ്റ്റ് ഹൗസിലെ BJP നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു നിഗൂഢതയും കാണാത്തത് എന്തുകൊണ്ട്? അല്ല, അങ്ങ് വിചാരിക്കുന്നുണ്ടോ പെട്ടെന്ന് ഈ ബ്ലൂ ബുക്കൊക്കെ മറന്ന് പെട്ടെന്ന് അങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങ് മിഠായി തെരുവിലേക്ക് പോകുമെന്ന്? അപ്പോൾ അവിടെ ഓടിക്കൂടും. അല്ലല്ല, അവിടെ ഉടനെ അഭിനവ് നെഹ്റുവിനെ കാണാൻ വന്നതുപോലെ കുട്ടികളെല്ലാവരും അദ്ദേഹത്തിലേക്ക് ഓടി അടുക്കും. പിന്നെ വിവിധ മതസ്ഥരായ വനിതകൾ അദ്ദേഹത്തിനൊപ്പം കൂടും. ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എല്ലാം അങ്ങനെയെങ്കിൽ നാടകമാണ്. ഒരു വശത്തെ നാടകം മാത്രമല്ല അങ്ങ് ചൂണ്ടിക്കാട്ടേണ്ടത്. വേണു CPM-ഉം BJP-യും തമ്മിൽ ബന്ധമില്ല എന്ന് വിശ്വസിക്കുന്ന കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകരുടെ ചിലപ്പോൾ വേണു മാത്രമായിരിക്കും. ഇവരെപ്പോഴും പ്രതിസന്ധിയിൽ വരുമ്പോ രക്ഷപ്പെടുത്താൻ വരുന്ന ആളാണ് ഗവർണറും BJP-യും. അവര് പിണറായിയുടെ നാവിൽ നിന്നും വീഴുകയും അങ്ങയുടെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിപ്പോൾ പറയുകയും ചെയ്യുന്ന ഒക്കച്ചങ്ങാതിമാരായിരിക്കുകയോ അങ്ങനെ അല്ലാത്തവരായിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, വിഷയം ഇതാണ്. ആ കാലിക്കറ്റ് ഗസ്റ്റ് ഹൗസിൽ BJP നേതാക്കന്മാരുമായി വെടി പറഞ്ഞിരിക്കേണ്ടത് എന്തിന് ഈ വ്യക്തി? ഇപ്പോ അങ്ങ് പറഞ്ഞല്ലോ, ഈ ഹൈക്കോടതി വരെ പോയി നേടിയെടുത്ത ഒരു കാര്യത്തെപ്പറ്റി 4 വിദ്യാർത്ഥികൾ പോയി, അവരുടെ മെറിറ്റ് കോടതിക്ക് ബോധ്യപ്പെട്ടു, സ്റ്റേയിൽ വന്ന് നിൽക്കുന്നുവെന്ന്. അങ്ങ് അതേപോലെ ചോദിക്കേണ്ട ഒരു ചോദ്യമില്ലേ? എന്ന് വെച്ചാൽ ഈ ശുപാർശ ചെയ്യപ്പെട്ടത് മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലിസ്റ്റ് ആണെന്നതാണല്ലോ കോടതിയിലൂടെ തെളിഞ്ഞത്. അല്ലാത്തൊരു ലിസ്റ്റ് എവിടെ നിന്ന് വന്നു? അങ്ങ് എന്തേ ചോദിക്കാത്തത്? അല്ലാത്തൊരു ലിസ്റ്റ് ആര് കൊടുത്തു? ഇത് ഈ വ്യക്തിയോട് ചോദിക്കുന്നില്ലേ? ആ വ്യക്തി എപ്പോഴെങ്കിലും അതിനോട് പറയുന്നുണ്ടോ? ശരി വേണു, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കാം. മറ്റൊരു നിയമത്തെ കുറിച്ച് ചോദിക്കാം. ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഹരിയസ് കർത്ത എന്ന് പറയുന്ന RSSന്റെ നേതാവ് വന്നത് യാതൊരു വിധത്തിലുള്ള ഒരുമിച്ചിരുന്നുള്ള ചർച്ചയുടെ ഭാഗമല്ലായിരുന്നു എന്ന് വേണൂര് പറയാൻ സാധിക്കുമോ? രാജു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ പല ഘട്ടങ്ങളിൽ വേണ്ടി വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിനേക്കാൾ അപമാനകരമായിരുന്നില്ലേ അങ്ങയുടെ നേതാവ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവില്ലാതെ ഇവിടെ ഒരു ഗവർണറെ മോദി വെച്ചത്? അല്ല, ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്
സദാശിവമാണ് അങ്ങനെ കേരള പോലെ. ഗവർണർ എന്ന് വേണു ഉമ്മൻചാണ്ടി അങ്ങനെ പോലെ. മുഖ്യമന്ത്രിയായിരുന്ന വേണു കാലത്ത് ഞാൻ അദ്ദേഹത്തിന് പറയട്ടെ, അറിയാമായിരുന്നോ? വേണു അല്ലല്ലോ. വേണു CPM-ന്റെ പ്രതിനിധിയാവല്ലേ? വേണു ആങ്കർ ആവൂ. ഞാൻ പറയുന്ന 2 നിയമനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ എന്റെ റൂമിനകത്ത് വന്ന് പിണറായി വിജയൻ എന്റെ ജില്ലയിലെ നിയമനമാണ്, ഈ ആളെ നിയമിക്കണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞത് പിണറായി വിജയൻ ഇതുവരെ നിരാകരിച്ചിട്ടില്ല. ഹരിയസ് കർത്തയെ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചു കൊടുത്തത് ഈ സർക്കാരാണ്. റൂമിനകത്ത് BJP-യും CPM-ഉം ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയ 2 നിയമനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. 2 നിയമനങ്ങൾ. എന്നിട്ട് ഇന്നിപ്പോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് ഇപ്പൊ ഇവർക്ക് ഇല്ലാതെ, ഇത് ഞങ്ങൾ പറഞ്ഞല്ലേ? ഞങ്ങൾ പറഞ്ഞ് ഈ സംസ്ഥാനത്ത് നിന്ന് ഇയാളെ തിരിച്ചു വിളിക്കണം എന്ന് പ്രമേയം കൊണ്ട് ആവശ്യപ്പെട്ടവരല്ലേ ഞങ്ങൾ? ഇല്ലേ? ഈ പ്രതിപക്ഷത്തിനല്ലേ ഇതിലും പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വിമർശിച്ചത്? അന്ന് എന്തായിരുന്നു CPM-ന്റെ നിലപാട്? ഈ ചാൻസലർ സ്ഥാനം മാറണം എന്ന് പറഞ്ഞ് ഗവർണർ കത്ത് കൊടുത്തല്ലോ. അപ്പൊ ചാൻസലർ ആകണം, നിങ്ങൾ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ പിണറായി വിജയനില്ലേ? എവിടെ പോയിരുന്നു സംഘപരിവാർ വിരുദ്ധത? ആരെ പറ്റിക്കാനാ വേണു ഇതൊക്കെ? ആരെ പറ്റിക്കാനാ? നാരായണൻ നമ്പൂതിരി ഇവിടെ ക്രിമിനലുകൾ, ഇത് കൊലപാതകങ്ങൾ എന്നൊക്കെ വിദ്യാർത്ഥികളെ വിളിക്കുകയാണ് ഗവർണർ. അദ്ദേഹം ചാൻസലർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ സർവകലാശാലയുടെ മഹത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നിയുക്തനായിരിക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. ആരാണ് നിയുക്തനാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ? അതിന് കേരള നിയമസഭ തന്നെയാണ് അല്ലേ? ആ രൂപത്തിൽ അദ്ദേഹത്തെ അധികാരപ്പെടുത്തുന്ന ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടല്ലേ ആ പദവിയിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കൊലപാതകി. അദ്ദേഹം ഈ പറയുന്ന ഏത് കാര്യത്തിനാണോ മഹത്വപൂർണ്ണമെന്ന് കരുതുന്നത് ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ മുഴുവൻ കൊലപാതകികൾ. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് ആ സ്ഥാനത്തിന് ചേർന്നതാണോ? കൂടാതെ ഇന്ന് അദ്ദേഹം വലിയ വെല്ലുവിളിയുമായി തെരുവിലേക്കൊക്കെ ഇറങ്ങുകയുണ്ടായല്ലോ. അങ്ങനെ പറ്റുന്ന ഒരു നാടാണ് കേരളം. അദ്ദേഹത്തിന് ഏത് രാത്രിയിലും എവിടെ വേണമെങ്കിലും ഇറങ്ങാം, ഒരു പോലീസ് ബന്ദോബസ്തുമില്ലാതെ. അദ്ദേഹത്തെ അത്രയും സൗഹാർദ്ദത്തോടെ സ്വീകരിക്കുന്ന ഒരു നാടാണ് കേരളം. അല്ലാതെ അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിലുള്ളയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള അരക്ഷിതാവസ്ഥയും ഇനി അദ്ദേഹം ഏത് സമുദായത്തിലാണെങ്കിലും കേരളത്തിൽ അനുഭവിക്കേണ്ടി വരില്ല. അത് ഈ പറയുന്ന UDF-ഉം LDF-ഉം കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു പൊതുബോധമാണ്, ഒരു പൊതുസുരക്ഷയാണ്. അപ്പോൾ ഇതൊന്നും അംഗീകരിക്കാതെ ഇതിൻ്റെ എല്ലാം ആനുകൂല്യം പറ്റുന്ന ഒരു ഗവർണർ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സ്വീകാര്യനായിരിക്കുന്നത് എന്ന് ചമഞ്ഞാൽ അത് ആർക്കാണ് ദഹിക്കാൻ കഴിയുക? മാത്രമല്ല, നേരെ ഈ പറയുന്ന സെമിനാറിലേക്ക് പോകാൻ പോലും വണ്ടി ഓടിച്ച് കയറിയാണ് പോകുന്നത് കണ്ടത്. തൊട്ടടുത്താണ്, ഇറങ്ങി നടക്കാനൊന്നും പോയില്ലല്ലോ. കാരണം അത്ര വലിയ സമരകാഹളം അവിടെ ഉണ്ടായിരുന്നു. കൂവി ഓടിച്ചേനെ അല്ലേ? അപ്പോൾ ആ വണ്ടിയിൽ കയറി അങ്ങടേക്ക് പോയി. തിരിച്ചു വന്നത് എങ്ങനെയാണ്? നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിട്ടില്ല. നിങ്ങളവിടെ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാനുള്ള ആഗ്രഹം അപ്പോൾ ഇല്ലാത്തത് സാധ്യമാകാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നേരെ പോയത് വിമാനത്താവളത്തിലേക്കാണ്. അപ്പോൾ വിറച്ചിട്ടുണ്ടോ ഈ ഗവർണർ? എന്തായാലും വേണു കൊള്ളാം. എക്കോ അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാം, ഒന്ന് സഹകരിക്കാം, നമുക്കത് വേഗം ശരിയാക്കാം. ആദ്യം എന്തായാലും അങ്ങയുടെ മറുപടി ക്ലിയർ ചെയ്താൽ കൊള്ളാം. ഒന്ന്, വേണു ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ BJP നേതാക്കന്മാർ പോയി കണ്ട, എന്താ BJP നേതാക്കന്മാർക്ക് ഗവർണറെ കാണാൻ പറ്റിയല്ലേ? വേണു അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് പരസ്യമായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഗവർണറുമായി അദ്ദേഹം കണ്ട വാർത്ത അദ്ദേഹം തന്നെ പുറത്തു വിട്ടതാണ്. ഒരു രഹസ്യ സമാഗമോ ഗൂഢാലോചനയൊന്നും അല്ലല്ലോ. ഓപ്പണായി ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം പങ്കെടുക്കുന്ന സമ്മേളനത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ടും ഭാരതീയ വിചാര കേന്ദ്രവും ദീനദയാൽജി ചെയറും ഒക്കെ കൂടെ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു സെമിനാർ. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഗവർണറെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പോയി കണ്ടതിൽ എന്താണ് തെറ്റ്? അതിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾ ഒരു ചാനൽ, ഇപ്പോൾ SFI-കാരനും CPM-കാരനും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. വേണു ഒരു ചാനലും ആ ചാനലിൻ്റെ ആങ്കറും അതിൻ്റെ അകത്ത് ഗൂഢാലോചന പറയാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ BJP-കാർക്ക് ഗവർണറെ കാണാൻ പാടില്ലേ? ഇതിനല്ലേ വേണു ഫാസിസം എന്ന് പറയുന്നത്? ഇതാണോ ജനാധിപത്യം? എന്നിട്ട് നിങ്ങൾ കൊട്ടക്കണക്കിന് ഞങ്ങൾ ജനാധിപത്യവാദികളാണെന്ന് പറയുന്ന സമീപനം എന്താ വേണു? ഇനി ഗവർണർ നടന്നത് കേരളമായതുകൊണ്ടാണ് നടന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്തിനാ ഈ 48 വണ്ടിയുടെ അകമ്പടി? ഈ മുഖ്യമന്ത്രിക്ക് എന്തിനാ ഇത്രയും എസ്കോർട്ടുകൾ? എന്തിനാണ് ഈ മുഖ്യമന്ത്രിക്ക് ഈ ജീവൻ രക്ഷാ യോദ്ധാക്കന്മാരുടെ അകമ്പടി? മുഖ്യമന്ത്രിക്ക് നടക്കാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്. എന്നാൽ ചാലയിൽ കൂടെ അങ്ങനെ നടക്കട്ടെ. എന്ത് നടക്കാത്തത്?
കേരളമാണല്ലോ ഇത്. നിങ്ങൾ പത്രക്കാരും ഈ CPM-ന്റെ വാക്ക് ഇത് കേരളമാണ്, ഇത് കേരളമാണ്, കേരളം ഇത് ഇന്ത്യയുമാണ്, ഇത് ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. ഇത് വെറുതെ ആവശ്യമില്ലാത്ത ഗവർണർ എന്താ ഉദ്ദേശിച്ചത്? എപ്പോഴാണ് കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റി ചാൻസലറും ശരിയാണ് ചാൻസലറുടെ പദവി ഗവർണർക്ക് കൊടുത്തത്? അത് CPM-കാരൊന്നുമല്ലല്ലോ, CPM-ന്റെ AKG ഭവനിൽ നിന്നുള്ള ട്യൂട്ടോറും അല്ലല്ലോ, അത് കേരളത്തിലെ അസംബ്ലിയിൽ പാസ്സാക്കിയ യൂണിവേഴ്സിറ്റി ബില്ലിലുള്ളതല്ലേ. ആ ബില്ല് കാലങ്ങളായി നടപ്പിൽ വരുന്നതല്ലേ. അപ്പോൾ ചാൻസലറും മന്ത്രിസഭയും ചാൻസലറും CPM-മായി എപ്പോഴാണ് തെറ്റിയേ? കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള കേരളത്തിലെ സർവകലാശാലകൾ AKG സെൻട്രലിൽ നിന്ന് നിയന്ത്രിക്കാൻ ആരംഭിച്ചപ്പോൾ, അവിടെ പിൻവാതിൽ നിയമനം നടന്നപ്പോൾ, അവിടെ ശരി ശരി അങ്ങനെയെങ്കിൽ ഇപ്പോൾ വരുന്നൊരു എതിർ ചോദ്യമുണ്ട്. ഇദ്ദേഹം സ്വയം ഭരണം വേണമെന്നാണല്ലോ പറയുന്നത് സർവകലാശാലകളുടെ, അതിനായി പോര് അടിക്കുന്നു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഘഭരണമാക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന മറുചോദ്യം വരുന്നുണ്ട്. ഒറ്റ കാര്യം ആവർത്തിച്ച് ചാൻസലറോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി സംഘടന എന്താണെന്നറിയാമല്ലോ അത് ഈ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടി? ഒരു ലിസ്റ്റ് വന്നാൽ അത് ഒന്നുകിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ നിരാകരിക്കുക. വേറെ ഒരു ലിസ്റ്റുമായിട്ട് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതെങ്ങനെയാണ് ആ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുക? ഈ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ സമ്മാനമായി കിട്ടിയ ഒരു സ്റ്റേ ഉണ്ടല്ലോ, അത് ആരുടെ പ്രവൃത്തിക്ക് കിട്ടിയതാണ്? ഞാൻ പറഞ്ഞത് ഗവർണർ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടി എന്നത് നിങ്ങൾ ചോദിച്ചോളൂ. അല്ല, അപ്പൊ ഒരു ഭാഗത്ത് മാത്രം പറയുന്നത് BJP-ക്കാർ കണ്ടാൽ എന്താ എന്ന് കുഴപ്പം ചോദിക്കുമ്പോ ഒരു കുറിപ്പടി കൂടെ കൊടുക്കുന്നു. ആ കുറിപ്പടി അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു, അത് അങ്ങനെ തന്നെ നടപ്പാക്കാൻ നോക്കുന്നു. അപ്പൊ ഇത് കണ്ണികളായിട്ട് നോക്കണമെന്നേ. ഇപ്പൊ RSS-ന്റെ മോഹൻ ഭാഗവതിനെ പോയി കണ്ടുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോ RSS-ന്റെ ദണ്ടും കൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള വഴിയും കൂടെ കേട്ടോണം. വേണുവിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. BJP-യുടെ ഓഫീസിൽ നിന്ന് BJP-ക്കാർ ഒരു ലിസ്റ്റ് ഗവർണർക്ക് കൊടുത്തുപോയെന്ന് ചർച്ചക്കിടയിൽ വേണു ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല അങ്ങനെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഒരു വശം മാത്രം അല്ലെന്നേ ശ്രീ നാരായണപുരി കൂടിക്കാഴ്ച നടന്നത് അല്ലല്ല അദ്ദേഹം ഭക്ഷണം കഴിച്ചോ, അദ്ദേഹം കുളിയും തേവാരവും എല്ലാം കഴിഞ്ഞോ, ഇനി എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അതെല്ലാം നിർവഹിച്ചോ? ഇങ്ങനെ ചോദിക്കാനല്ലല്ലോ പോയിട്ടുണ്ടാവുക. ഇനി അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ എന്താണോ സംഘപരിവാറിന് വേണ്ടത് അത് ചെയ്തു കൊടുക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു. ഞാനൊന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചെന്നപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പോയി കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിനു മുമ്പല്ലേ ഈ സെനറ്റ് നിയമനം നടന്നത്? നിങ്ങൾ ഒരു വളരെ ദുരുപദിഷ്ടമായ ഒരു ആരോപണമാണ് ഉന്നയിച്ച BJP ഓഫീസിൽ നിന്നല്ലേ BJP-ക്കാർ ലിസ്റ്റ് കൊടുത്തു എന്ന്. അങ്ങനെ ഒരു അല്ലെന്നേ ഒരു സർവകലാശാലയിൽ 2 സിൻഡിക്കേറ്റ് മെമ്പർമാരെയും മറ്റൊരു സർവകലാശാലയിൽ ഒരു സിൻഡിക്കേറ്റ് മെമ്പറേയും ഉറപ്പാക്കാനുള്ള നടപടികളിലേക്കാണ് ഗവർണർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഗവർണർക്ക് ചാൻസലറുടെ അധികാരം വിനിയോഗിക്കാനുള്ള നിഷ്പക്ഷമായി ചാൻസലർക്ക് അധികാരം പ്രയോഗിക്കാമെന്ന് പറയുമ്പോൾ പരപ്രേരണ ഇല്ലാതെ എന്നും കൂടെ ആ കോടതി ഉത്തരവുണ്ട്. അല്ലാതെ ഗസ്റ്റ് ഹൗസിൽ പോയി കണ്ട് സ്വാധീനിക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊടുക്കാം, അങ്ങനെ ചെയ്യിച്ചാൽ കുഴപ്പമില്ല എന്നൊരു വ്യാഖ്യാനം ആ കോടതി വിധിയിലില്ല. നിങ്ങൾ തെളിയിച്ചോളൂ. അല്ല, അങ്ങനെയാണല്ലോ ഇപ്പൊ ഉയർന്ന വിമർശനം. ഒരു സെക്കൻഡ് ശ്രീ നാരായണ നമ്പൂരി, ഒരു സെക്കൻഡ് ശ്രീ അനിൽകുമാർ, ഒരു സെക്കൻഡ് ശ്രീ നാരായണ നമ്പൂരി, പറഞ്ഞവര് പറയട്ടെ സാർ. ശ്രീ അനിൽകുമാർ, നിങ്ങൾ പറയുകയാണ് ഈ ലിസ്റ്റ് എവിടെ നിന്ന് എന്നത്, അങ്ങനെയൊക്കെ വരാം, എവിടെ നിന്ന് എന്നത് ദുരൂഹമാണെന്ന്. എന്താണ് ആ ദുരൂഹത ശ്രീ അനിൽകുമാർ? അല്ല, ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് ഒരുമിച്ച് മറുപടി പറയാനുണ്ട്. ഒന്ന്, ഇവിടെ ഒരു പുതിയ ഭാഷാ വ്യാകരണം വന്നിരുന്നു. ഇന്ദിരാഗാന്ധി മരണത്തെ തുടർന്ന് ഏതാണ്ട് 4000-ഓളം സിഖുകാരെ കൊന്നായിരുന്നു. അപ്പോൾ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ചരിത്രം ആരംഭിക്കുമ്പോൾ ദി ബ്ലഡി ഹിസ്റ്ററി ഓഫ് രാജീവ് ഗാന്ധി, ഹിസ് പ്രൈം മിനിസ്റ്റർഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? നമ്മൾ ചൗരി ചൗര സംഭവത്തെക്കുറിച്ച് പറഞ്ഞ ഉടനെ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊരു ഏടാണ്. പോലീസുകാരെ ചുട്ടുകൊന്നത്. അത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പറയുന്നൊരു വാചകമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ വാചകം. ഞങ്ങളങ്ങനെ പറയാൻ തയ്യാറല്ല.
അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വ്യാകരണം അത് തങ്ങളുടെ രാഷ്ട്രീയ വ്യാകരണമാക്കി മാറ്റുന്ന കോൺഗ്രസിൻ്റെ അധപ്പതനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട്, കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലയിൽ 2-3 UDFകാരെ വെച്ചല്ലോ. 12 BJP നോമിനികൾക്കൊപ്പം ഒരു 3 പേര് UDFകാരാ. ഇവരാ 30 വെള്ളിക്കാശിന് കേരളത്തെ ഒറ്റുകൊടുത്തോ? നിങ്ങൾ എന്തുകൊണ്ട് രാജിവെച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് ആ കാര്യം തെറ്റാണ്, ഞങ്ങളുടെ നോമിനികൾ ഇവിടെ പോകുന്നില്ല എന്ന് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചില്ല? അപ്പം നിങ്ങൾ BJPയുമായി ഒക്കച്ചങ്ങാതിമാരെ മാത്രമല്ല കൂട്ടുകച്ചവടക്കാരാണ്. എന്നിട്ട് ആ കൂട്ടുകച്ചവടക്കാർ പറയുകയാണ് പിണറായി വിജയനാണ് ഏതാണ്ട് നേട്ടം നേടിക്കൊണ്ടിരിക്കുന്നത്. ഏത് നേട്ടമാണ് പിണറായി വിജയന് കിട്ടിയത്? ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കാരണം. മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഈ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ സെക്രട്ടറി ആക്കി വെച്ച ഒരു ഗോപിനാഥ് രവീന്ദ്രനെ നമുക്കറിയാം. അദ്ദേഹം പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തെ കേരളത്തിലൊരു VC ആക്കി. അത് പിണറായി വിജയനുമായിട്ട് എന്താ ബന്ധം? ഇതേപോലെ ആളുകളെയല്ലേ കേരളത്തിൽ LDF VCമാരാക്കിയിട്ടുള്ളത്? മഹാത്മാഗാന്ധി VC, സാബു തോമസ് എന്താ മോശ? ഞങ്ങൾ ആരെയാണ് നല്ല VCമാരല്ലാത്തത്? നിങ്ങളുടെ കാലത്ത് വെച്ചവരെ കുറിച്ച് ഞാൻ പറയണില്ല. അപ്പോൾ ഇതൊന്നും വ്യക്തിപരമായ കാര്യങ്ങളല്ല. പിന്നെ ഈ ഗവർണർ റെസിഡന്റ് പദവി പോയി കേട്ടോ. റെസിഡന്റ് അല്ല, റെസിഡന്റ് അല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ എപ്പോഴാണ് മുഖ്യമന്ത്രി? അതാണ് ഞാൻ പറയാൻ പോണത്. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴാണ്. ഇവിടെ പറഞ്ഞൊരു ആശയം എന്താണ്? ഏതാണ്ട് തെന്നി. എന്ത് തെന്നി? ഒരു തെന്നലുമില്ല. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഈ ഗവർണർക്ക് ഭ്രാന്തായില്ലേ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കിയപ്പോൾ ഗവർണർക്ക് ഭ്രാന്തളകിയില്ലേ? ഞങ്ങൾ ഒക്കച്ചങ്ങാതിമാരാ? കാർഷിക ബന്ധ നിയമങ്ങൾക്കെതിരായിട്ട് വലിയ സമരം വന്നപ്പോൾ കേരളം ആദ്യമായിട്ട് നിയമനിർമ്മാണം നടത്തിയില്ലേ? നിയമനിർമ്മാണമല്ല, പ്രമേയം കൊണ്ടുവന്നു, ഷൂട്ട് കൊടുത്തില്ലേ? ആ ഷൂട്ടിനെതിരായിട്ട് ഈ ഗവർണർ എവിടെയൊക്കെ പോയി പ്രസംഗിച്ചു? ഒക്കച്ചങ്ങാതിയാ? പിന്നെ ഏതേതെല്ലാം വിഷയങ്ങളിൽ? അല്ലല്ല, രമേശ് ചെന്നിത്തല പ്രമേയം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞ കാര്യത്തെ പറ്റിയുള്ള മറുപടി അത് ആവർത്തിച്ച് രാജു പറയുന്നുണ്ടായിരുന്നു. പച്ചക്കള്ളം. ഗവർണറെ പിൻവലിക്കുക എന്ന് പറയുന്ന കാര്യം, അതിനുള്ള മറുപടി ഞങ്ങൾ പറയുന്നത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആളെ ഇവിടുന്ന് ഒരു കാർഗോ, ആരിഫ് മുഹമ്മദ് ഖാനെ കാർഗോ, ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയല്ലേ, ആരിഫ് മുഹമ്മദ് ഖാന് ഒരു കാർഗോ വഴി അദ്ദേഹത്തെ കടത്തി വിട്ടാൽ എൻ്റെ ഇങ്ങോട്ട് വരും. കാത് കുത്തിയും പോയാൽ കടുക്കനട്ടവും വരും എന്നുള്ള വേറെ സംഖ്യ വരും. നിങ്ങൾ എന്താ ശ്രീ രാജു കാണിക്കുന്നത്? ഇതിനേക്കാൾ വലിയ കേരളത്തിന്റെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നതിനെ ആക്ഷേപിച്ച് നടന്ന ഗവർണറെ കുറിച്ച് അനിൽകുമാർ ഇപ്പൊ പറഞ്ഞില്ലേ? അതിൽ പ്രതിഷേധിച്ച് ആ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം കൊണ്ടുവന്ന് UDFന്റെ MLAമാര് സഭയ്ക്കകത്ത് ഗവർണറെ തടയുന്ന ചിത്രമാണിത്. താഴത്തത്. മേളിത്തത് ആ ഗവർണറെ അനുഗമിച്ചു വരുന്ന പിണറായി വിജയന്റെ ചിത്രം. നാണമുണ്ടോ? നാണോ ഉളുപ്പുണ്ടോ? എന്നിട്ട് ഇവിടുന്ന് പറയുക ഗവർണർ ആക്ഷേപിച്ചില്ലെന്ന്. അതിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? ആ പ്രമേയത്തിനെ എതിർത്ത് വോട്ട് ചെയ്തവരാണ് നിങ്ങൾ. എന്നിട്ട് ഇവിടെ ഡയലോഗ് അടിക്കുന്നോ? ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ബേളവെക്കണ്ട. ഞാൻ പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും പ്രമേയം കൊണ്ടുവന്നാൽ അതിന് പിന്തുണ കൊടുക്കുന്നത് ഞങ്ങളുടെ പണിയല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുണ്ട്. ഈ ആരിഫ് മുഹമ്മദിനേക്കാൾ കെട്ട ആളുകളെ കൊണ്ടുവരാൻ സംഘപരിവാരത്തിന് പറ്റൂലേ? ആരിഫ് മുഹമ്മദ് ഏതെങ്കിലും ഒരു പ്രമേയമാണോ അത്? വ്യക്തിക്കെതിരായിട്ടല്ല. ഏതെങ്കിലും ഒരു പ്രമേയമാണോ അത്? നിങ്ങൾ സംഘപരിവാരത്തിൽ അല്ല, പിണറായി വിജയൻ ഒക്കച്ചങ്ങായി അല്ല എന്ന് പറഞ്ഞ് അങ്ങ് ചൂണ്ടിക്കാട്ടുന്ന സന്ദർഭങ്ങളിൽ നിന്ന് അല്ലല്ല, ഒട്ടും കാന്തി കുറയാത്ത ഒരു സന്ദർഭമാണ് രാജു പിന്നാരും ചൂണ്ടിക്കാട്ടുന്നത്. അപ്പൊ എന്ത് വർത്തമാനമാണിത്? നിങ്ങളുടെ പ്രമേയത്തെ ഞങ്ങൾ പിന്താങ്ങണോ എന്നോ? ആരുടെ പ്രമേയം? ആർക്കെതിരെയുള്ള പ്രമേയം? അതാ അല്ലല്ല, ആ പ്രമേയം ആർക്കെതിരെയുള്ളത്? നിങ്ങൾ ഇറക്കുമ്പോൾ മാത്രമാണോ പ്രമേയം ശരിയാകുന്നത്? ഞാൻ പറയട്ടെ. ഇനി ഞാനൊന്ന് പറയാം. ഞങ്ങൾ വ്യക്തിക്കെതിരാന്ന് അല്ല സമരം. എന്താ കാരണം? ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകാർ ഇന്റർവ്യൂ വരാനിരിക്കുന്നു. ഇല്ല പിന്നെന്താ, തെലങ്കാനയിലെ ഗവർണർ തയ്യാറായിരിക്കുന്നു. ഇന്ത്യ മുഴുവൻ RSSകാർ ഗവർണർമാരെ കൊണ്ട് ഇങ്ങനെ അടിവപ്പണി ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഗവർണറെ മാറ്റി വേറൊരു ഗവർണറെ കൊണ്ടുവരാനുള്ള സമരമല്ല ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ സമരം സംഘപരിവാരത്തിന്റെ ഈ നയത്തിനെതിരായിട്ടാണ്, ഫെഡറലിസത്തിന് വേണ്ടിയുള്ള സമരമാണ്. അത് ഞങ്ങളുടെ പോളിസി പറയട്ടെ. എന്നെ ഇടപെടരുത്. ഞാൻ പറയട്ടെ, ഇടപെടരുത്. അത് വേണ്ട, അലമ്പണ്ട.
ഞാൻ പറയുന്നത് കൃത്യമായി ഞങ്ങളുടെ നയമാണ് പറയുന്നത്. ഞങ്ങളുടെ നയമെന്ന് പറയുന്നത് വ്യക്തികൾക്കെതിരായിട്ടല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ പോയാൽ വേറൊരുത്തം വരും. അതുകൊണ്ട് ഗവർണർമാർ ഈ പരിപാടിയായിട്ട് ഇറങ്ങരുത്. ഇത്തരം ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ എവിടെ വിട്ടുവീഴ്ച ചെയ്തത്? ഞങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. ഇവർ വിട്ടുവീഴ്ച ചെയ്തു. എന്താ വിട്ടുവീഴ്ച ചെയ്തത്? ഇവരെ സർവകലാശാലകൾ ചാൻസലർ സ്ഥാനത്ത് ഗവർണറെ മാറ്റാൻ ഞങ്ങൾ ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലിനെ ആരാ എതിർത്തത്? മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾ ഗവർണർ കൂടിയല്ല. കോൺഗ്രസ് എന്ത് പറഞ്ഞു? ഞങ്ങൾ ഗവർണർക്കൊപ്പമാണ്. ഏത് ഗവർണറെ മാറ്റാൻ? ഈ ചാൻസലറായി പ്രവർത്തിക്കുന്ന ഈ മനുഷ്യൻ സംഘപരിവാരത്തെ കുത്തിക്കയറ്റാൻ വേണ്ടി ചെയ്ത പ്രവർത്തനം തുറന്നു കാട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാൻ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇവരാരോടൊപ്പം നിന്നു? ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പരിപാടിക്ക് ശേഷമുള്ള കാര്യമാണ്. ഇവർക്ക് മുമ്പ് തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ ബോധ്യപ്പെട്ടു, അദ്ദേഹത്തെ മാറ്റണം എന്നാവശ്യപ്പെട്ടു, ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടു. കൊള്ളാം, ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിന്നോ? നിങ്ങൾ ഉറച്ചു നിന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ മാറ്റാൻ നിലപാട് സ്വീകരിച്ചപ്പോൾ, ചാൻസലർ സ്ഥാനത്ത് മാറ്റുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ നിങ്ങൾ ചാൻസലറുടെ കൂടെ കൂടി, നിങ്ങൾ ഗവർണറുടെ കൂടെ കൂടി. എന്തിനാ കൂടിയത്? ആ കൂടിയപ്പോൾ കിട്ടിയ 2 സീറ്റാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല 3 എണ്ണം. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റരുത് എന്ന് പറയുന്ന യുക്തിയുടെ അടിത്തറ അതിലൊരു ഗുണഭോക്താവ് ലീഗും കൂടെയാണ്. അതേപറ്റിയോ അപ്പോ അങ്ങിപ്പോ ഘോരം പറയുന്നുണ്ടായിരുന്നല്ലോ, ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നിന്നില്ല, ലീഗ് നിന്നു. ആ ലീഗും അവിടെ വാങ്ങിയെന്നേ, ലീഗും അവിടെ വാങ്ങി. കല്യാണത്തിന് പോയത് എവിടെയാ? പിന്നെ ഇന്ന് കല്യാണം പോയത് എവിടെയാ? കല്യാണം വിടും. ഇന്ന് അതേന്ന് ഞാൻ പറഞ്ഞല്ലോ, UDF കോഴിക്കോടിന്റെ വലിയൊരു മഹത്വം പറഞ്ഞില്ലേ, ആ മഹത്വമൊക്കെ മലപ്പുറത്തിനുണ്ട്. കല്യാണത്തിന്റെ കാര്യം വിടും. ഞാൻ പറയുന്ന കാര്യം എന്താണ്? ചോദ്യം ഇതാണ്, അങ്ങ് പറഞ്ഞല്ലോ ദുർഗം പോലെ നിങ്ങൾക്കൊപ്പം നിന്നു ലീഗ എന്ന്. എന്ത് ദുർഗം? എന്ത് ദുർഗം? അല്ലല്ല, ഒരു സെക്കൻഡ്, അതിന്റെ പങ്ക് പറ്റി ലീഗും. അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിന്റെ ഒരു പ്രകൃതി, കോൺഗ്രസിന്റെ 2 പ്രകൃതി, 12 RSSകാർ, ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഒക്കച്ചങ്ങാതിമാരായിട്ട് കാലിക്കറ്റ് സർവകലാശാല സെനറ്റിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റാൻ പറഞ്ഞവരാണെന്നൊക്കെ ന്യായം പറഞ്ഞ എന്ത് ന്യായം? അതുകൊണ്ട് UDF എനിക്ക് നേരിട്ടുള്ള 2 ചോദ്യത്തിന് മറുപടി വേണം. ഒന്ന്, നിങ്ങൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് അതാര് നൽകി എന്നതാണ് നിങ്ങളുടെ നിലപാട്. 2, ഹരിയസ് കർത്തയുടെ നിയമനം എങ്ങനെ ഉണ്ടായി? ഇവിടെ ബഹുമാനപ്പെട്ട VD സതീശന്റെ സ്റ്റാഫിലെ ആളുകളെ ആരും നിയമിച്ചു? പിണറായി സർക്കാരെ നിയമിച്ചത്. പ്രതിപക്ഷ നേതാവിന് സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുന്ന ആരാണ്? AKSMT നിന്നാണോ? ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിൽക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയോ ഞങ്ങളുടെ ആളുകളെയോ VD സതീശന്റെ സ്റ്റാഫിൽ എടുക്കാൻ പറ്റുമോ? VD സതീശൻ പറയുന്നവരെ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് അധികാരത്തിൽ ഇരുന്നപ്പോൾ KR ജ്യോതിലാലിന് ചുമതല മാറേണ്ട സാഹചര്യം എന്തുകൊണ്ടായിരുന്നു? KR ജ്യോതിലാൽ എന്തെങ്കിലും ആശയവിനിമയം നടത്തുകയുണ്ടായോ? KR ജ്യോതിലാലിന് ചുമതല മാറേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി? പിന്നെ KR ജ്യോതിലാലിനെ പിന്നീട് അടവു നയം പോലെ ആദ്യം മാറ്റി പിന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ നടന്നതല്ലേ? ഇതൊന്നും VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടില്ല ശ്രീ അനിൽകുമാർ. ദയവായി കേൾക്കൂ. അത് തന്നെ പറയുന്നത്. VD സതീശന്റെ സ്റ്റാഫ് പോലല്ല, ഒരു RSSകാരനെ രാജ്ഭവനിൽ നിയമിക്കാൻ വേണ്ടി ഈ ഗവർണർ മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചുമതലക്കാരനായിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം വിയോജിച്ചിട്ടുണ്ട്, ഒരു തർക്കവുമില്ല. പക്ഷെ ഗവർണർ എന്ന് പറയുന്നത് കേരളത്തെ സ്തംഭിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുമ്പോൾ അതൊരു അവസരമാക്കണ്ട ഞങ്ങൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഗവർണറാണ് ഞങ്ങൾ. എങ്കിൽ പിന്നെ ഹരിയസ് കർത്ത കൊടുത്തു എന്ന് നിങ്ങൾ പരോക്ഷമായി ആരോപിക്കുന്ന ആ ലിസ്റ്റ് വന്ന് വാങ്ങി വെക്കൂ. സ്തംഭിപ്പിക്കാൻ പോവല്ലേ ഗവർണർ? അപ്പൊ അതിനേക്കാൾ ഭേദം ലിസ്റ്റ്. ദയവായി കേൾക്കൂ. അവിടെയാണ് തെറ്റിയത്. അവിടെയാണ് വേണുവിന് തെറ്റിയത്. വേണുവിന് തെറ്റി. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആരിഫ് മുഹമ്മദ് ഖാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലിസ്റ്റിലുള്ളവരെ കയറ്റാനുള്ള സ്ഥലമല്ല ഈ സർവകലാശാല. അവിടെയാണ് വേണുവിന് തെറ്റിയത്. കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമപ്രകാരമേ ചാൻസലർക്ക് സർവകലാശാലയിൽ ഇടപെടാൻ കഴിയൂ. അതിന് നോംസ് ഉണ്ട്. ആ നോംസിനകത്ത് ഹരിയസ് കർത്തയല്ല വേറെ ഏത് കർത്ത എവിടെ നിന്നുകൊണ്ട് കൊടുത്താലും അത് തിരികാൻ പറ്റുന്ന ഇടം സർവകലാശാല നിയമത്തിൽ ഇല്ല. ഞാനൊരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, താങ്കൾ ആ തെറ്റ് എന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം അത് നല്ല യുക്തിയോടെയുള്ള മറുപടിയാണ്. ശരി, ഞാനൊരു ആദ്യ ഇടവേളയിലേക്ക് പോകുന്നു. അനിൽകുമാർ ശരി. അല്ല, അനിൽകുമാറിന്റെ ആ നല്ല യുക്തിഭദ്രമായ മറുപടിയായിരുന്നു, അത് സ്വാഗതം ചെയ്യുന്നു. ശരി, നന്നായി അത് അവതരിപ്പിച്ചു. ഗവർണറെ വിറപ്പിച്ചോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ രാജു പി നായർ, 2 കാര്യങ്ങൾക്കുള്ള മറുപടി അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ഹരിയസ് കർത്തയുടെ നിയമനം. 2, ആ ലിസ്റ്റ്, അതിന്റെ ഗുണഭോക്താക്കൾ നിങ്ങളായ സാഹചര്യം. മറുപടി. വേണു, അതിനൊരു കാര്യം പറയാം.
കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ എതിർത്തതിന്റെ കാര്യം പറഞ്ഞു. അത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിക്കഴിഞ്ഞാൽ വേറെ ആർ ഹരി വരും, അല്ലെങ്കിൽ വേറെ ആരൊക്കെ രവി വരും, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ വരും എന്നാണ് പറഞ്ഞത്. ഒരു 5 സെക്കൻഡ് ശബ്ദരേഖ ഒന്ന് കേൾപ്പിക്കാം. ഈ കേരളത്തിന് ഇന്ത്യക്ക് അപമാനകരമാണ്, ജനങ്ങൾക്കും ഗവൺമെന്റിനും അപമാനകരമാണ് ഈ ഗവർണർ. അടിയന്തരമായും തിരിച്ചു വിളിക്കണം. അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ ഞാൻ മറുപടി പറയണ്ട. EP ജയരാജൻ മറുപടി പറഞ്ഞു. അനിൽകുമാർ ഇനി പറയുവോ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണ്ട, അത് വേറെ ഏതെങ്കിലും സംഘപരിവാറിന്റെ ആള് ഇവിടെ വരുന്നതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കേണ്ട പറയോ? എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ അനിൽകുമാർ നിങ്ങൾക്ക്? അതിന്റെ മറുപടി ചോദിക്കട്ടെ. രാഷ്ട്രീയമുണ്ടോ? ശ്രീ രാജു പി നായർ അങ്ങ് വഴങ്ങിയാൽ നിങ്ങളുടെ താല്പര്യം ഗൂഢാലോചന നടത്തി. അല്ല അന്ന് ശരി പറയട്ടെ. ശ്രീ അനിൽകുമാർ. ബഹുമാനപ്പെട്ട EP ജയരാജൻ ഇന്ന് പറയുന്ന നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് CPM പറയുന്നേ. അത് നിയമസഭയിൽ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിലപാടാകണം. ഗവൺമെന്റ് ആ നിലപാടിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പറയുമല്ലോ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം. അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ദയവായി കേൾക്കൂ സാർ, നിങ്ങൾ ഭ്രാന്ത് പറയാതെ. ഞങ്ങൾ പറയേണ്ടത് രാഷ്ട്രീയ നിലപാട്. ദയവായി കേൾക്കൂ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകാരനാണ്, നല്ല നിലപാട്. അയാളെ തിരിച്ചു വിളിക്കണമെന്ന നിലപാട്. പ്രശ്നം ഒരു ഗവൺമെന്റ് സ്റ്റാൻഡ് എടുക്കണം. ദയവായി കേൾക്കൂ സാർ, ദയവായി കേൾക്കൂ സാർ. ഞാൻ പറഞ്ഞു കഴിയട്ടെ സാർ. ഒരു സംസ്ഥാന ഗവൺമെന്റിന് പ്രവർത്തിക്കണം. ദയവായി കേൾക്കൂ സാർ. ഒരു സംസ്ഥാന ഗവൺമെന്റിന് പ്രവർത്തിക്കണം. അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിത്തിരിക്കുന്നു. അതിന് കൂട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് തൽക്കാലം താല്പര്യമില്ല. ഗവൺമെന്റിന് മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്നതിന് ഗവൺമെന്റിന്റേതായ സ്റ്റാൻഡ് എടുത്തു. രാഷ്ട്രീയമായ നിലപാട് CPM എടുത്തു. അത് ഞങ്ങൾ നാളെ എടുക്കും. ഗവൺമെന്റ് ഗവൺമെന്റാണ്. വേണു എന്റെ ചെറുപ്പകാലം മുതൽ CPM രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനും വിദ്യാർത്ഥി എന്ന രീതിയിൽ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും പാർട്ടി സെക്രട്ടറിയുടെ കീഴിലാണ്. പാർട്ടി നയം നടപ്പാക്കാനാണ് ഞങ്ങളുടെ സർക്കാരിനെ ജനങ്ങൾ വിജയിപ്പിച്ചത്. എന്തു പറഞ്ഞിരുന്ന CPM രാഷ്ട്രീയം തല്ലിക്കൊന്നാണ് അനിൽകുമാർ ഇവിടെ. തല്ലിക്കൊന്നാണ് അതിനെ അപമാനിച്ചാണ് അനിൽകുമാർ ഇവിടെ. CPMന്റെ നിലപാടും CPM നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിന്റെ നിലപാടും രണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംഘടനാ സംവിധാനം, നിങ്ങളുടെ സംഘടന രാഷ്ട്രീയം തകർന്നു. അതില്ല എന്ന് അനിൽകുമാർ പറ. ഇനി രണ്ടാമത്തെ കാര്യം, 3 വർഷം മുമ്പ് ഞങ്ങൾ എടുത്ത രാഷ്ട്രീയ നിലപാടാണ്. അന്ന് നിങ്ങൾ ഇവർക്കൊപ്പമായിരുന്നു, ഗവർണർക്കൊപ്പമായിരുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ നിയോഗിച്ച നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്ന രവീന്ദ്രൻ നടപ്പാക്കിയത് സവർക്കറിന്റെ 4 പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. അറിയില്ലേ? അന്ന് ഈ SFI അതിനെ പിന്തുണച്ചവര് ഇന്ന് സമരം ചെയ്യുന്ന SFI. മനസ്സിലായില്ലേ? എന്തിനാ അനിൽകുമാറെ ഇങ്ങനെ ഒരു നാണം കെട്ട രാഷ്ട്രീയം പറയാൻ നടക്കുന്നത്? ഇപ്പോ CPM എവിടെ എത്തി? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇടതുപക്ഷമൊക്കെ മാറി തീവ്ര വലതുപക്ഷമായിന്ന്. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെ പോലും ഇല്ലാതെയാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. അതാണ് ഇവിടെ പ്രശ്നം. നിങ്ങൾ ഈ ആരിഫ് മുഹമ്മദ് ഖാന് രാഷ്ട്രീയമായിട്ട് രക്ഷ കൊടുക്കേണ്ട സമയത്തു മുഴുവൻ നിങ്ങൾ അദ്ദേഹത്തെ രക്ഷിച്ചു. നിങ്ങൾ അദ്ദേഹത്തെ കൂടെ നിർത്തി. നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. CPMന്റെ അനധികൃത നിയമനങ്ങൾ നടപ്പാക്കാനുള്ള ചട്ടകമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അത് നിങ്ങൾ തെറ്റിക്കഴിഞ്ഞപ്പോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് ചെയ്തു? അയാൾ RSSകാരനായി. ഇപ്പോ RSSകാരെ നിയമിക്കാൻ വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ നടക്കുന്നു. CPMകാരെ നിയമിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടക്കുന്നു. ഈ രണ്ടുപേരുടെയും ഇടയിൽ തകർന്ന് തരിപ്പണമാകുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗമാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായി. ശരി. അപ്പൊ അങ്ങനെ RSSകാരെ തിരികെ കയറ്റാൻ പോകുന്ന ലിസ്റ്റിൽ 2 നിങ്ങളുടെ കൂട്ടർ വരുന്നത്, ഒരാള് ലീഗിന്റെ കൂട്ടറായിട്ട് വരുന്നത്, അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതെങ്ങനെ ദഹിക്കുന്നു ശ്രീ രാജു പി നായർ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 4 വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള കേസാണ് നിലനിൽക്കുന്നത്. 4 വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള നിയമനം. ആ നിയമനത്തിൽ RSS ഇടപെട്ടിരിക്കുന്നു. ആ RSS ഇടപെട്ടതിനെതിരെ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവര്
പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഗവർണർ പോയി കേരളം മുഴുവൻ പ്രസംഗിച്ചപ്പോ ഭരണം മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ആ പ്രമേയത്തെ നിരാകരിച്ചു എന്ന് പറയുന്ന ഇവർ ആ രാഷ്ട്രീയ സത്യസന്ധത ഉണ്ടെങ്കിൽ പിണറായി വിജയനും ഗവർണറോട് ഇരുന്ന് സംസാരിക്കല്ലേ വേണ്ടത്? ഇന്ന് ഈ കലാപം, ഈ അക്രമം മുഴുവൻ ഇവർ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നതാണ്. ശരി ശരി കേരള സദസ്സിന്റെ പേരിൽ ശരി ശ്രീ രാജു പിന്നാർ സഹകരിക്കണം. എനിക്ക് ശ്രീ നാരായണ നമ്പൂതിരിലേക്ക് പോകണം. അദ്ദേഹത്തിന് തീരെ സമയം കൊടുത്തില്ല എന്ന് രണ്ടുപേർക്കും അറിയാമല്ലോ. ശ്രീ നാരായണ നമ്പൂതിരി, അങ്ങയുടെ പ്രതികരണം. ശരി രാജു, ശ്രീ നാരായണ നമ്പൂതിരി, ഇവിടെ അങ്ങ് ചോദിച്ച പല കാര്യങ്ങൾക്കും മറുപടി വന്നു, അതുകൊണ്ട് അങ്ങയുടെ പ്രതികരണം. ഇല്ല, ഈ മറുപടി ഇപ്പോൾ രാജു പി നായർ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണെങ്കിലും ആ പൗരത്വ നിയമ ഭേദഗതി നടപ്പിൽ വരാൻ പോവുകയാണ്, അതിൻ്റെ റൂളുകൾ നടപ്പിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് UDF പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തു എന്ന് പറഞ്ഞിട്ടും അത് ബില്ല് പാസ്സായി, ആ ബില്ല് നടപ്പിൽ വരാൻ പോകുന്നു. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ആസാമിലെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട്, പൗരത്വ പട്ടികയുമായി ബന്ധപ്പെട്ട് ആസാമിൽ ഇപ്പോഴും കേസ് നടക്കുകയാണ് സുപ്രീം കോടതിയിൽ. കാരണം അത് കോൺഗ്രസിൻ്റെ കാലത്ത് ആസാം അക്കോർഡിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി ആണ് ആസാമിലെ കേസ്. ഇത് പൗരത്വ നിയമ ഭേദഗതി വേറൊന്നാണ്, ഞാനതിനെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ അതെന്തായാലും നടപ്പിലാവും. പിന്നെ അനിൽ സൂചിപ്പിച്ച് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പോയാൽ കടുക്കനിട്ടവൻ പുറകെ വരുമെന്ന് ഞാൻ നിവൃത്തിയില്ലല്ലോ സാർ. ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ഞങ്ങളാണല്ലോ. രാജ്യത്ത് മഹാഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ CPM-നാണെങ്കിൽ ഗവർണറെ നിയമിക്കാനുള്ള അവകാശം സ്വപ്നം മാത്രമാണ്, അത് ഭാവനയിൽ മാത്രം കാണാൻ പറ്റുന്ന സാധനം. ഇപ്പോൾ BJP-യുടെ കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ സ്വാഭാവികമായി കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഗവർണറല്ലേ വരുള്ളൂ, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരൻ വരത്തില്ലല്ലോ. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പോയാൽ വേറൊരു BJP-കാരൻ വരും, അല്ലെങ്കിൽ ഒരു BJP സർക്കാർ തീരുമാനിക്കുന്നവരും. അത് അനുഭവിക്കുക, നിങ്ങൾ സർക്കാർ അനുഭവിക്കുക. പക്ഷെ ഗവർണറെ സംബന്ധിച്ച് എപ്പോഴാണ് നിങ്ങൾ ചാൻസലറുമായി തർക്കമുണ്ടായത്? യൂണിവേഴ്സിറ്റികളിൽ നിങ്ങളുടെ അനധികൃതമായ കൈകടത്തലുകളെ ചെറുക്കാൻ ചാൻസലർ ആരംഭിച്ചപ്പോൾ തൊട്ടല്ലേ? അതിനു മുമ്പ് ചാൻസലറുമായിട്ട് തർക്കമില്ലായിരുന്നല്ലോ. ഇപ്പോൾ ബിജുവിൻ്റെ ഭാര്യയുടെ നിയമനം, കാലടി സർവകലാശാലയിലെ സർക്കാർ പിൻവാതിൽ നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചാൻസലർ ഇടപെടുകയും അത് സ്റ്റേ ചെയ്യുകയും ചെയ്തപ്പോഴാണല്ലോ ഈ തർക്കങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. എന്താണ് കേരളത്തിലെ സർവകലാശാലകൾ CPM-ന് പിൻവാതിൽ നിയമനം നടത്താനുള്ള ഒരു മേഖലയായി മാറുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലകളിൽ കേരളത്തിലെ മന്ത്രിമാരുടെയും CPM നേതാക്കന്മാരുടെയും ഭാര്യമാർ അനധികൃതമായ നിയമനം നേടുന്നത്? എന്തുകൊണ്ടാണ് ഇൻ്റർവ്യൂവിൽ അവർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുന്നത്? ഇൻ്റർവ്യൂവിൽ അപ്പോൾ അതായത് എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് CPM-ൻ്റെ ആളുകൾ എങ്ങനെ ഈ ജോലിയിൽ, ഔദ്യോഗിക ജോലിയിൽ അവർക്ക് പ്രവേശനം ലഭിക്കുന്നു, ഇൻ്റർവ്യൂവിൽ മാർക്ക് കിട്ടുന്നു? അപ്പോൾ സ്വാഭാവികമായി അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഒരു പരാതി കൊടുക്കുന്നു ഗവർണർക്ക്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതിയുടെ നിജസ്ഥിതി അന്വേഷിച്ച് അതിൽ കാര്യമുണ്ട്, കഴമ്പുണ്ട് എന്ന് ബോധ്യം വന്ന ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ സർവകലാശാലകളെ ഈ രാഷ്ട്രീയ മോചിതമാക്കാൻ, കാരണം കേരളത്തിൻ്റെ സർവകലാശാല ഇപ്പോൾ അനിൽ പറയും നാക്കിൽ മറ്റേതാണെന്ന്, പക്ഷേ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല അത്ര ഗംഭീരമാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ കാലിക്കറ്റ് സർവകലാശാലയിലെ 40% സീറ്റുകൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്? അത്ര ഗംഭീരമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ അന്തരീക്ഷമെങ്കിൽ എന്തുകൊണ്ടാണ് +2 പാസ്സായ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്? ശരി, ശ്രീ നാരായണപുരി അങ്ങനോട് സഹകരിക്കണം. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ K. അനിൽകുമാർ, ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യവുമാണ്, ഒരു ഭരണ യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് CPM ഒരു രാഷ്ട്രീയ നിലപാട് പറയുക, അതുമായി ഒരു ബന്ധവുമില്ലാത്തൊരു നിലപാടിനെ പറ്റി സർക്കാർ ആലോചിക്കുക, ഇതെന്ത് പ്രതിരോധമാണ്? അങ്ങയുടെ മറുപടി ചുരുക്കി അതിലൂടെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഒന്ന്, സർവകലാശാലയിൽ ആരെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ല, നിയമനം റദ്ദ് ചെയ്യാനും ഗവർണർക്ക് അധികാരമില്ല. CPM-ൻ്റെ ഒരു നേതാവിൻ്റെ ഭാര്യയും ഈ ഗവർണർ നിയമിക്കുകയോ ആ നിയമനം റദ്ദ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. പിന്നെ കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്ന് 7.5 കൊല്ലത്തിന് ശേഷം ഏതാണ്ട് 600ഓളം നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോടതി പോയത് 4 കേസാണ്. ഞങ്ങളൊന്നും തോറ്റിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ കുറിച്ചൊക്കെ കെട്ടുകഥ പറഞ്ഞാലൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ് എന്ന് പറയുന്നത് എടുക്കുന്നത് ഭരണപരമായ നിലപാടാണ്.
ആ നിലപാടും രാഷ്ട്രീയ നിലപാടും കൂടെ എപ്പോഴും യോജിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ ഗവർണറോട് റെസിഡന്റ് ഭരണം അല്ല എന്ന് പറഞ്ഞ എന്തടിസ്ഥാനത്തിലാണ്? അതേസമയം ഗവൺമെൻറ് നിലയ്ക്ക് ഒരു നിലപാട് നിയമസഭ എടുക്കുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനം നടത്തണം. പ്രതിപക്ഷത്തിന് എന്ത് വേണം? ബഡ്ജറ്റ് അട്ടിമറിക്കപ്പെടണം. ബഡ്ജറ്റ് അട്ടിമറിക്കാൻ അവർ പിണറായി വിജയൻ പാർട്ടി ആഗ്രഹിക്കുമ്പോൾ സെക്രട്ടറി വി എസ് കൊണ്ടുപോകാനുള്ള വിവേകം ഞങ്ങൾക്കുണ്ട്. എങ്ങനെയായിരുന്നു എന്നൊന്ന് അതാണ് ഞങ്ങളുടെ, ഞാൻ പറയട്ടെ, ശരി എന്നോട് സഹകരിക്കാൻ സമയം മുഴുവൻ കഴിയുന്നുണ്ട്. മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ ഇടപെടുകയാണ്. ശരി വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.